ഒന്ന്, ഈ കാവിക്കൊടിയെ മാത്രമല്ല, ആ അമ്മ എന്നുള്ള സങ്കല്പത്തെ, ഭാരതാംബ മാത്രമല്ല, അമ്മ എന്നുള്ള സങ്കല്പത്തെ വരെ കമ്മ്യൂണിസ്റ്റുകാർ താത്വികമായി അംഗീകരിച്ചിരുന്നില്ല എന്നും ലെനിൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും. അതുകൊണ്ട് കൊടി മാത്രം മാറ്റിയ പോരാ, സ്ത്രീ എന്ന വിഷയത്തെയോ അമ്മ എന്ന സങ്കല്പത്തെയോ അത് ഭാരതം അല്ലെങ്കിൽ ആ രാജ്യത്തെ ആ പുസ്തകത്തിന്റെ പേരൊന്ന് പറയോ? കുറെ തന്നെ ലെനിൻ എന്നും കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ധാരണ വെച്ചാണ്? ഒരു മിനിറ്റ്, പുസ്തകത്തിന്റെ പേര് പറയും. പുസ്തകത്തിന്റെ പേര് പറയും. നിങ്ങൾ വെറുതെ വിഷയത്തിലേക്ക് വരും. ഗവർണറുടെ രാജ്ഭവനെ കുറിച്ചാണ് ചർച്ച, ഗവർണറുടെ രാജ്ഭവനെ കുറിച്ചാണ് ചർച്ച. നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ. ചർച്ചയുടെ വിഷയം മാറ്റി നിങ്ങളിപ്പോ കുറെ നേരം സോവിയറ്റ് യൂണിയനിലും റഷ്യയിലും ചെക്കോസ്ലോവാക്കിയയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് മറുപടി പറയും. ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന കേട്ടാ തോന്നും ഇവിടെ എന്തോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങളെ മേലൊക്കെ എന്തോ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയും, അല്ലെ എനിക്കിന് മറുപടി ഇല്ലാന്ന് പറയും. അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേരെങ്കിലും പറയണം. വോട്ട് ചെയ്യുന്നത് ലെനിനെയാണ്, വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പാടരുത്. അതേ പറയട്ടെ. ശ്രീ പി എസ് ശിവശങ്കർ, നമ്മുടെ സമയത്തിന്റെ പരിമിതി അങ്ങേക്ക് അറിയാമല്ലോ. അതിനകത്തുനിന്ന് കുറച്ച് വേഗത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി പോകണം.